അവന്തിക കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ അവന്തികയുടെ പരാതി അവന്തിക ഉന്നയിച്ചത് ഒരു ഗുരുതരമായ പരാതിയാണ്. ഒരു ഒരു വനിതയ്ക്കും ഒരു 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 ട്രാൻസ് വ്യക്തിത്വത്തിനും ഒരു വ്യക്തിത്വത്തിനും നേരിട്ട് കൂടാത്ത ഗുരുതരമായ ഒരു അനുഭവം പങ്കുവെക്കുകയായിരുന്നു അവന്തിക. പക്ഷേ ആ പരാതിയുടെ വിശ്വാസ്യത ഒന്നാകെ ഇല്ലാതാക്കി കളയുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന നിലയ്ക്കായിരുന്നോ ആ ശ്രമമാണോ രാഹുൽ ഇന്ന് നടത്തിയത്, രാഹുൽ മാങ്കൂട്ടം ഇന്ന് നടത്തിയത് അവന്തിക? തീർച്ചയായും ആ വോയിസ് ക്ലിപ്പ്, ആ കോൾ റെക്കോർഡ് എന്ന് പറയുന്നത് അതിന് മുന്നേ, ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കുന്നതിന് മുന്നേ ഞാൻ മാധ്യമപ്രവർത്തകനോട് സംസാരിച്ച റെക്കോർഡിംഗ് ആണ്. അതേ മാധ്യമപ്രവർത്തകന്റെ അടുത്താണ് ഞാൻ പിന്നീട് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തി സംസാരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഭയമായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് സംസാരിക്കാതിരുന്നത്. അന്ന് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തത്. പിന്നീട് അത് വെളിപ്പെടുത്താൻ മറ്റുള്ള വ്യക്തികൾ വെളിപ്പെടുത്തി വന്നപ്പോൾ എനിക്കും അങ്ങനത്തെ അനുഭവം ഉണ്ട് എന്ന് ഞാൻ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ഉണ്ടായത്. അയാളുടെ ലൈംഗിക വൈകൃത സ്വഭാവമാണ് ഞാൻ തുറന്നു കാണിച്ചത്. അത്തരത്തിലല്ല എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ അതിനുശേഷവും ഇപ്പോഴും എന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം അടച്ചാക്ഷേപിക്കുകയും എന്നെ വേട്ടയാടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേട്ട വ്യക്തി നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു വ്യക്തി ദൗർഭാഗ്യമാണ്. പോലെയാണ്. വേട്ടയാടിക്കൂടാ. അത്തരത്തിൽ ഇരകളെ, ഏതിരകളാണെങ്കിലും എല്ലാ നീതിയുടെ സീമകൾ ലംഘിച്ച് വേട്ടയാടുക എന്നുള്ളതൊരു ശീലമാണല്ലോ. അവന്തിക ധൈര്യമായി നിൽക്കും. പക്ഷേ ഈ അവന്തിക ഇപ്പം ഇന്നിപ്പോൾ ഓഗസ്റ്റ് 24 ഓഗസ്റ്റ് 1 അവന്തികയെ ആ റിപ്പോർട്ടർ ഫോണിൽ വിളിക്കുന്നത്. റിപ്പോർട്ടർ വിളിച്ച് അവന്തിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാഹുലിൻ്റെ വെർഷൻ, അവന്തിക അപ്പോൾ തന്നെ ഈ റിപ്പോർട്ടർ വിളിച്ച് ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ രാഹുലിനെ വിളിച്ചിട്ട് ചേട്ടനെ കൊടുക്കാൻ എന്തെങ്കിലും ശ്രമമുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറയുന്നു. കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് അവന്തിക തന്നെയാണ് എന്നാണ് പറയുന്നത്. റിപ്പോർട്ടറോട് ചോദിക്കാൻ കഴിയുമോ എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ ചോദിച്ചോളൂ, വിളിച്ചോളൂ എന്ന് രാഹുൽ പറയുന്നു. രാഹുൽ എന്നെ സംബന്ധിച്ച് നല്ല സുഹൃത്താണ്, മോശമായി സംസാരിച്ചിട്ടില്ല എന്ന് അവന്തിക ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുമുണ്ട്. ഇതൊക്കെ സത്യമാണോ അവന്തിക? ആ സമയത്ത് ഞാൻ സംസാരിച്ചത് രാഹുൽ എന്നെ സംബന്ധിച്ച് നല്ലൊരു സുഹൃത്താണ്, എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല എന്ന് പറഞ്ഞാണ് റിപ്പോർട്ടർ സംസാരിക്കുന്നത്. റിപ്പോർട്ടർ എന്നെ ഡയറക്റ്റ്ലി വിളിച്ചതല്ല, അതൊരു കോൺഫറൻസ് കോളാണ്. അതിൽ വേറെ 2 പേരും അതിലുണ്ടായിരുന്നു, ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെയുള്ളൊരു കോളായിരുന്നു എനിക്ക് വന്നത്. അതിൽ അന്ന് സംസാരിച്ചത് അങ്ങനെ തന്നെയാണ്. അത് പിന്നീടാണ് എനിക്ക് ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു മുഖം കൂടി ഉണ്ടെന്ന് തുറന്നു കാണിക്കാൻ സ്റ്റേജ് കിട്ടിയ സമയത്താണ് ഞാൻ അത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത്. അതായത് പലരോടും രാഹുലിന് ബന്ധമുണ്ട് എന്നറിയുന്നതാണ് അവന്തികയെ വേദനിപ്പിക്കുന്നത്, ആണോ? തീർച്ചയായും പലരിടത്തും ഇങ്ങനെ തന്നെയാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത്. അതിന് മുന്നേ എൻ്റെ അടുത്ത് മാത്രമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിനുശേഷം ആ നടിയുടെ ഉൾപ്പെടെ മറ്റുള്ള വ്യക്തികളുടെയൊക്കെ തുറന്നു പറച്ചിലുകൾ വരുന്നത്. ആ സമയത്തും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക് ധൈര്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എൻ്റെ പേഴ്സണൽ ഫോട്ടോസും എൻ്റെ പേഴ്സണൽ ലൈഫിലേക്കും കയറി ഇവർ എന്നെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ സൈബർ പോരാളികളായാലും അല്ല ഇയാളെ അനുകൂലിക്കുന്ന ആരായാലും എന്നെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. അവന്തിക എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ വിളിച്ചതിന് പിന്നാലെ രാഹുലിനെ അങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ ഒരു ചേട്ടനെതിരെ ഗൂഢാലോചന നീക്കമുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് എന്ന ഒരു രാഹുലിൻ്റെ വെൽവിഷറെ പോലെ സംസാരിക്കാനുള്ള കാരണം എന്താണ് അവന്തിക? കാരണം എനിക്ക് രാഹുലിനെ ഭയമായിരുന്നു. കാരണം ഈ ഒരു ന്യൂസ് ഇയാളിൽ നിന്ന് എനിക്കൊരു അനുഭവം ഉണ്ടെന്ന് റിപ്പോർട്ടർ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ആ ന്യൂസ് എങ്ങനെ ലീക്കായെന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചത്. ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ വോയിസ് റെക്കോർഡ് ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. ഉം. ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അയാളുടെ അടുത്ത് ചോദിക്കാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഉം. അതിനുശേഷം എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് വേറൊരാൾ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ, ഇയാൾക്ക് ഇങ്ങനെയും ഒരു മുഖമുണ്ട് എന്ന് ഞാൻ സമൂഹത്തെ തുറന്നു കാണിച്ചതാണ്. അല്ല, ഞാൻ പറഞ്ഞത് രാഹുൽ പറയുന്നു യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഇൻ ദിസ് ഇഷ്യൂ ഫോർ ജസ്റ്റിസ് എന്ന് ചോദിച്ചപ്പോഴേക്കും അവന്തിക കൂടെ നിൽക്കാം, എന്തോ നീതിക്ക് വേണ്ടി കൂടെ നിൽക്കാമെന്ന് അവന്തിക ആ സമയത്ത് ഉറപ്പ് പറഞ്ഞു എന്ന് രാഹുൽ ചാറ്റ് കാണിച്ച് പറയുന്നുണ്ട്. അത് വ്യാജ ചാറ്റാണോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവന്തിക? ആ സമയത്ത് അയാൾ ചോദിച്ചത് ഈ സ്റ്റാൻഡ് വിത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ല, ഈ റിപ്പോർട്ടർ എന്നെ വിളിച്ച് സംസാരിച്ച കാര്യത്തിൽ ആ ഇഷ്യൂവിൽ സ്റ്റാൻഡ് ചെയ്യാമെന്ന് ചോദിച്ചത്. അതാണ് ഞാൻ സ്റ്റാൻഡ് ചെയ്തത്. ഇല്ല, അത് സ്റ്റാൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പോർട്ടർ അവന്തികയെ വിളിക്കുന്ന സമയത്ത് അവന്തികയ്ക്ക് ദുരനുഭവങ്ങൾ മൊത്തം അവന്തികയുടെ ഉള്ളിലുണ്ട്. അതായത് രാഹുൽ ഈ പറയുന്ന രീതിയിൽ നിന്നെ റേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണം എന്നടക്കം വൈകൃതപൂർണമായ ഈ പറഞ്ഞ ചാറ്റുകളുടെ ഷോക്ക് അവന്തികയ്ക്കുണ്ട് അല്ലേ? ഉണ്ട്. ആ സമയത്ത് ഈ റിപ്പോർട്ടർ വിളിക്കുന്ന 1-ാം തീയതി ഉണ്ട് ഇത് കാര്യം. ഇത് 2-3 മാസം മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോഴും രാഹുൽ എൻ്റെ കൂടെ ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിലയുറപ്പിക്കുമോ എന്ന് രാഹുൽ തന്ത്രപൂർവ്വം ചോദിക്കുമ്പോൾ നിൽക്കാം എന്ന് അവന്തിക പറയുന്നത് എന്തുകൊണ്ടാണ്?
നീതിക്ക് വേണ്ടി അയാളുടെ പേഴ്സണൽ ഇഷ്യൂസിലല്ല അയാൾ നീതിക്ക് വേണ്ടിയിട്ട് നിൽക്കാമെന്ന് ചോദിച്ചത്. അയാൾ ചോദിച്ചത് റിപ്പോർട്ടറുടെ വിളിച്ച കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കുമോ എന്നാണ് ചോദിച്ചത്. എന്ന് ഈ പറഞ്ഞാൽ റിപ്പോർട്ടർ വിളിച്ച് എന്റെ അടുത്ത് സംസാരിച്ച കാര്യത്തിൽ ഓക്കെ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് അയാൾ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതിനിപ്പുറം ഈ വാർത്ത ഈ പറയുന്ന റിപ്പോർട്ടർ പുറത്തുവിട്ടാൽ അവന്തികയ്ക്ക് എങ്ങനെയോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന ഭയത്തിലാണ് അപ്പോൾ തന്നെ രാഹുലിനെ അങ്ങോട്ട് വിളിച്ച് ഇതുപോലെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ചേട്ടനെതിരായ ഗൂഢാലോചനയുടെ നീക്കമാണെന്ന് സംശയമുണ്ട് എന്നടക്കമുള്ള പറയാൻ കാരണം പിന്നീട് പുറത്തു വന്നാൽ അവന്തികയ്ക്ക് രാഹുലിൽ നിന്നുണ്ടാവാൻ ഇടയുള്ള എന്തോ അനുഭവം ഓർത്ത് ഭയന്നിട്ടാണ് അവന്തിക, അല്ലേ? അതെ, തീർച്ചയായും. ഈ കോളുകൾ അവന്തിക എല്ലാവരും വിളിക്കുന്ന റെക്കോർഡ് ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞാൽ അവന്തിക അങ്ങോട്ട് പറഞ്ഞു ഞാൻ ഈ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് രാഹുൽ പറഞ്ഞത്, അത് ശരിയാണോ? ഏതാണ്? ഈ വിളിക്കുന്ന കോളുകളൊക്കെ അവന്തിക റെക്കോർഡ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ റിപ്പോർട്ടർ ഈ പറഞ്ഞ എന്റെ ഫോണിൽ ആര് വിളിച്ചാൽ തന്നെ റെക്കോർഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ റെക്കോർഡ് ചെയ്ത ആ വോയിസ് ക്ലിപ്പ് രാഹുലിന് ഇട്ട് കൊടുക്കണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? അയാൾ ചോദിച്ചുകൊണ്ട് ആ റെക്കോർഡ് ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അയച്ചു കൊടുത്തത്. ഞാൻ ചോദിക്കുന്ന അവന്തികയുടെ പക്കൽ ഈ ടെലിഗ്രാമിൽ കൂടെയാണ് ഈ പറയുന്ന വാനിഷിങ്, ഈ തെളിവില്ലായ്മ അവശേഷിപ്പിക്കുന്ന സൂത്രക്കാരന്മാർ ചെയ്യുന്നതൊക്കെ പണിയാണ് എന്ന് തോന്നുന്നത്. നമുക്കും പുതിയ അറിവാണ്. സൂത്രക്കാരന്മാർ ചെയ്യുന്ന ആവണം അത്. തൽക്കാലം അവന്തികയുടെ പക്കൽ ഏതെങ്കിലും തരത്തിൽ നിയമപരം പോവുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഈ പറയുന്ന അവന്തിക അയച്ചു കൊടുത്ത ഈ പറയുന്ന എന്നെ ചേട്ടനെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മുഖവിൽ അയച്ചു കൊടുത്ത ചാറ്റുകളും ഈ വാട്സാപ്പ് ഓഡിയോയുമാണ്. അത് നിയമത്തിൽ പോയാൽ താങ്കൾക്ക് തിരിച്ചടിയാണെന്നൊരു ബോധ്യമുണ്ടോ അവന്തിക? ഒരിക്കലും തിരിച്ചടിയല്ല. കാരണം എൻ്റെ അടുത്ത് അയാൾ സംസാരിച്ചതിന് യഥാർത്ഥ പ്രൂഫ് ഞാൻ തന്നെയാണ്. എൻ്റെ അടുത്താണ് അയാൾ സംസാരിച്ചത്. എനിക്കാണ് അയാളിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായത്. അത് എവിടെയും ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. ആ മെസ്സേജ് വീണ്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ. ടെലിഗ്രാമിലെ മെസ്സേജ്? അതെ. ആ കോൺഫിഡൻസ് എൻ്റെ കയ്യിൽ ഉള്ള കാരണമാണ് ഞാൻ ഇത്രയും വെളിപ്പെടുത്തലായിട്ട് മുന്നോട്ട് വന്നത്. അല്ലെങ്കിൽ അയാൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്കിടെ വെറുതെ ആരോപിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു പ്രശ്നം അയാളിൽ നിന്ന് വ്യക്തമായി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് വെളിപ്പെടുത്തിയത്. അതിനെ വീണ്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. ഓക്കെ അവന്തി, ഏതെങ്കിലും തരത്തിലുള്ള വേട്ടകളിൽ ഭയക്കാതിരിക്കൂ. ഏതെങ്കിലും തരത്തിലുള്ള ഇത് പ്രശാന്ത് ശിവനടക്കം താങ്കൾ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവന്തിക? പ്രശാന്തനോട് ഞാൻ സംസാരിക്കുന്നത് അന്ന് കുറച്ച് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ പ്രശാന്ത് ഏട്ടനോട് ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ പ്രശാന്ത് ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കൂ, തുറന്നു പറയാനുള്ളത് തുറന്നു പറയും, എല്ലാവരും നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടാവും എന്നുള്ളത് തുറന്നു പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു അവന്തി. ഏതെങ്കിലും തരത്തിൽ ഭയക്കാതിരിക്കൂ. ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പിന്തിരിയാതിരിക്കൂ അവന്തിക. താങ്ക് യു.